അർജന്റീന ഈ കേരളത്തിൽ നിന്നും എത്രയോ കിലോമീറ്റർ അപ്പുറമുള്ള ഒരു രാജ്യത്തിന് വേണ്ടി ആർത്ത് വിളിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. സ്പെയിൻ എന്ന ടീമിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ എത്തിയിരിക്കുന്ന മലയാളികൾ. ഇതാണ് ഫുട്ബോളിനോടുള്ള മലയാളത്തിന്റെ സ്നേഹം. അതാണ് മലയാളികളെ വ്യത്യസ്തരാക്കുന്നതും. ഞാൻ മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട നടൻ, പറഞ്ഞതേയുള്ളൂ. മോഹൻലാലിന്റെ ചില ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. മോഹൻലാൽ നമുക്കറിയാം ലോകകപ്പ് വേദികളിൽ സജീവമാകാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഖത്തറിൽ നമ്മൾ കണ്ടു. മോഹൻലാൽ US-ലുമുണ്ട്. സെമിയിൽ നമ്മൾ കണ്ടതാണ് അർജന്റീന മത്സരത്തിലെ ദൃശ്യങ്ങൾ. ഫൈനലിലും മോഹൻലാൽ ഉണ്ട്. കാണാൻ വന്നിരിക്കുകയാണ്. പിന്നെ അർജന്റീനയും സ്പെയിനുമാണ് കളിക്കുന്നത്. ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് എ ഗുഡ് മാച്ച്. കേരളത്തിലെ കൂടുതൽ ആൾക്കാർ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ സംഭവിക്കട്ടെ. ഹലോ, ഞാൻ ന്യൂയോർക്ക് ഫുട്ബോൾ ഫൈനൽ വന്നിരിക്കുകയാണ്. അർജന്റീനയും സ്പെയിനാണ് കളിക്കുന്നത്. എനിക്കങ്ങനെ ഫേവറേറ്റ് ടീമൊന്നുമില്ല. നന്നായിട്ട് കളി കാണാം, ആര് ജയിക്കുന്നു നോക്കാം. പക്ഷേ കേരളത്തിലുള്ള കൂടുതൽ ആൾക്കാർക്കും അർജന്റീന ജയിക്കണമെന്നാണ്. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ പറയാൻ പറ്റും. സോ എൻജോയ് ദ മാച്ച്. താങ്ക് യു. റൈറ്റ്, ആന്റണി പെരുമ്പാവൂരിനൊപ്പമാണ് മോഹൻലാൽ ആ വേദിയിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലുള്ളത്. ആന്റണി പെരുമ്പാവൂർ മോഹൻലാലും ചേർന്ന് ആ വേദിയിൽ മലയാളികളുടെ സുപ്രധാനം നിൽക്കുന്നു. അർജന്റീനയുടെ ഇതിഹാസത്തെ കാണാൻ, സ്പെയിനിന്റെ ഗംഭീര താരങ്ങളെ കാണാനൊക്കെയായിട്ട്. ഞാൻ ജോസഫ് ജോർജിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. ജോസഫെ, ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ, അതായത് ഈ സ്റ്റുഡിയോയിൽ നിൽക്കേണ്ടി വരുന്നതും അതൊരു വേറൊരു രസമാണെങ്കിൽ പോലും അവിടെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ആരാധകരുടെ കൂട്ടത്തിനിടയിലും ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ലോകകപ്പിന്റെ ഈ സമയത്ത് ഒരു കമന്ററി ബോക്സിലായിരുന്നു. എങ്കിൽ പോലും ഇതൊരു അനുഭവമാണ്. ലോകകപ്പിന്റെ ഓരോ മൊമെന്റും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അനുഭവമാണ്. ഇപ്പോൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന പോലീസുകാർക്ക് അതും ഒരു അനുഭവമായി തന്നെ കണക്കാക്കണം. എന്തുകൊണ്ടാണ് ഈ ഫുട്ബോള് ഈ ലോകകപ്പ് ആകുമ്പോൾ ഇത്രമാത്രം മലയാളികളുടെ ഈ സ്ഥിരകളിലേക്ക് ഇങ്ങനെ കുത്തി കയറുന്നു? തീർച്ചയായിട്ടും ലോകകപ്പ് എന്ന് പറയുമ്പോൾ അതൊരു, പ്രത്യേകിച്ച് ഫുട്ബോൾ ലോകകപ്പ്, മലയാളികൾക്ക് ഒരു വ്യത്യസ്തമായ ഫീലിംഗ് ആണ്. നമ്മൾ മുംബൈയിലൊക്കെ നോക്കുവാണെങ്കിൽ ക്രിക്കറ്റ് ലോകകപ്പിന് ഇതേപോലെ ഒരു ഭ്രമം കാണാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മൊത്തം ക്രിക്കറ്റിനോടാണ് താല്പര്യമെങ്കിലും കേരളം, വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ്, ഗോവ, ഇങ്ങനെയുള്ള ഈ 4 പ്രദേശങ്ങളിൽ ഫുട്ബോളിനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ കേരളത്തിൽ ഇപ്പം കഴിഞ്ഞ ലോകകപ്പിന്റെ ഒക്കെ ഒരു അനുഭവം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ലോകകപ്പിന് മുമ്പായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെയാണ് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് വിടേണ്ടത്, ആരെയാണ് ഖത്തറിലേക്ക് വിടേണ്ടത് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ കൈ പൊക്കാത്തതായിട്ട് ആരുമില്ല. പിന്നെ നമ്മൾ അവരെ ആരൊക്കെയാണ് മൾട്ടിപ്പിൾ റോളിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ചിന്തകൾക്ക് ശേഷമാണല്ലോ നമ്മളത് ഫൈനലൈസ് ചെയ്യുന്നത്, വാളെ വിടുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള താല്പര്യം കാണിക്കുന്നത് ഈ അവിടെ ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് ടിവിയിൽ ഇരുന്ന് കാണുന്ന പോലെ കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഇരുന്ന് ബിഗ് സ്ക്രീനിൽ ഇരുന്ന് കളി കാണുന്ന പോലെ അത്ര വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ആവില്ല. പക്ഷെ അവിടെ സ്റ്റേഡിയത്തിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു വൈബ്, അതൊന്ന് വേറെ തന്നെയാണ്. അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഓരോ അവസരത്തിലും ഇതിലേക്ക് പോകുന്നത്. നമ്മൾ പലപ്പോഴും സ്റ്റേഡിയത്തിൽ നിന്ന് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റേഡിയം ഇളകി മറിയുന്ന, ഓരോ ഗോളിലും ഇളകി മറിയുമ്പോൾ ഉള്ള ഒരു അനുഭവം മൊത്തം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പങ്കാളിയാവുക. അപ്പോൾ നമുക്കും എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടുള്ള ഒരു സന്തോഷം, ഒരു ആത്മസംതൃപ്തി എന്ന് പറയാം, അത് കിട്ടാൻ വേണ്ടിയാണ് പൊതുവെ ആളുകൾ ആ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. മലയാളികൾക്ക് തീർച്ചയായിട്ടും ഫുട്ബോൾ എന്നുള്ള വികാരം അത് നാട്ടിൻപുറങ്ങളിലെ ചെറിയ മൈതാനങ്ങളിൽ കൊച്ചുകുട്ടികൾ കളിക്കുമ്പോഴും തുടങ്ങി, അത് സെവൻസിലായിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ സൂപ്പർ ലീഗ് കേരള, ഇന്ത്യൻ സൂപ്പർ ലീഗ്, എവിടെയാണെങ്കിലും നമ്മുടെ ടീം കളിക്കുമ്പോൾ അവിടെ ആ സ്റ്റേഡിയത്തിന്റെ ഭാഗമാവുക, ടീമിന്റെ വിജയത്തിൽ പങ്കാളിയാവുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ എങ്ങും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാവും മലയാളികൾ ഫുട്ബോളിനെ ഇത്രയധികം ഇഷ്ടപ്പെടുക.
റൈറ്റ്, ഓക്കെ. ആ മലയാളികളുടെ ഫുട്ബോൾ ആവേശത്തിന്റെ നിമിഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം കോഴിക്കോടേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു. ജോസഫ്, ഒരു നിമിഷം തുടരുക. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷെ, ഈ പറയുന്ന പോലെ മലയാളികളുടെ ഫുട്ബോൾ ആവേശം അത് പറഞ്ഞറിയിക്കുക പ്രയാസമാണ്. ക്രിക്കറ്റ് ഇത്രമാത്രം ഒരു ആരവം തീർക്കല്ല. ജയം ഇന്ത്യ 2011 ലോക കിരീടം ഉയർത്തിയപ്പോൾ, അന്ന് വാങ്കഡയിൽ ജയിച്ചപ്പോഴാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ റോഡിലേക്ക് ആളുകൾ നിരനിരെ ഇറങ്ങുന്നത് കണ്ടത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരു ക്രിക്കറ്റ് ആവേശം കണ്ടില്ല. പക്ഷേ ഫുട്ബോൾ എന്തുകൊണ്ടോ മനുഷ്യന്റെ, മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞതുപോലെ. എങ്ങനെയുണ്ട് കോഴിക്കോട്? പറയണ്ടല്ലോ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനങ്ങളിൽ ഒന്നാണ്. അത് മലപ്പുറം, കോഴിക്കോട് എന്നൊക്കെ വിശേഷിപ്പിക്കാം. എങ്കിൽ പോലും കോഴിക്കോട്ടെ ജനങ്ങൾക്ക് ഫുട്ബോൾ എന്നും ഹരമാണ്. ആ ഹരത്തിന്റെ പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഇപ്പോൾ അനീഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ്, പറയൂ, അവിടെ എന്താണ് വിശേഷം? തീർച്ചയായും ഈ ലോകകപ്പ് തുടങ്ങിയ നാൾ മുതൽ ഏറ്റവും ആവേശം നിറഞ്ഞ ഈ ലോകകപ്പിനെ ഏറ്റുവാങ്ങിയ ഒരു ജനത ആണ് കോഴിക്കോട് ജനത. നമുക്കറിയാം, ആദ്യം പല്ലാവൂരിലും മറ്റുമൊക്കെ വലിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. കഴിഞ്ഞ വർഷം ആ ഫ്ലെക്സ് ബോർഡുകൾ അത് ഫിഫ തന്നെ, അവരുടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ അവരുടെ പേജിൽ വെക്കുന്നു. പിന്നീട് കേരളത്തിലെമ്പാടും ഒരു മത്സരമായിരുന്നു. ഇഷ്ടതാരങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ അല്പം ഒരു പടി കൂടി ഉയരത്തിൽ വെക്കണമെന്ന ചിന്തകൾ നടക്കുന്നു. തൃശൂർ പൂരത്തിന് സമാനമായി ഈ വർഷം ഈ ലോകകപ്പ് എത്തുമ്പോൾ മറുപക്ഷത്തെ പൊട്ടിക്കാൻ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ വെച്ചതിനെ തകർക്കാൻ എന്ത് ആശയം ചെയ്യുമെന്ന ചർച്ചകൾ നടക്കുന്നു. പല്ലാവൂരിൽ നമ്മൾ ഇത്തവണ കണ്ടതാണ്, പുഴയിൽ മെസ്സി അടക്കം എല്ലാ താരങ്ങളെയും അവരൊരു സ്റ്റീൽ മോഡൽ എന്ന രൂപത്തിൽ ഒരു ഒഴുകുന്ന പുഴയിൽ താൽക്കാലിക ഫ്ലോട്ടിംഗ് സംവിധാനങ്ങളോടൊക്കെ ഒരുക്കുന്നു. അങ്ങനെ ഫുട്ബോൾ വരുന്നതിന് മുമ്പ് തന്നെ ആവേശം അതിന്റെ പരകോടിയിലെത്തിയ ഒരു ജില്ലയാണിത്. പിന്നീടാണ് നമ്മൾ ഈ കാണുന്ന ബിഗ് സ്ക്രീൻ. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരം ഗ്യാലറി സംവിധാനങ്ങളോടുള്ള ഒരു ആദ്യ ബിഗ് സ്ക്രീൻ പ്രദർശനം ഈ പുതിയ പാലത്തെ ആവാം. ഇൻസ്റ്റാഗ്രാമിലും മാധ്യമങ്ങളിലും ഒക്കെ വളരെ സജീവമായി ഈ ദൃശ്യങ്ങൾ വന്നതോടുകൂടി, അല്ലെങ്കിൽ ഓരോ ഗോൾ അടിക്കുമ്പോഴും ഇത് ഏറ്റുവാകുന്ന ഈ ആരാധകരുടെ ഒരു ആവേശം അത് അറിഞ്ഞോടുകൂടി പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച. അതായത് മതിമറന്ന് ഫുട്ബോൾ ആഘോഷിക്കണമെങ്കിൽ കോഴിക്കോട്ടേക്ക് എത്തേണ്ട ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ അതിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കൂറ്റൻ സ്ക്രീനുകൾ ഒരുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. പാലക്കാട്ട് നിന്നും കോയമ്പത്തൂരിൽ നിന്നും ഒക്കെ തുടങ്ങി പലയിടങ്ങളിൽ നിന്നായി ആളുകൾ ഇവിടെ കളി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ കളി വരുമ്പോഴും ഗ്യാലറിക്ക് ഓരോ നിറമായി മാറുന്ന കാഴ്ച. ബ്രസീലിന്റെ കളിയുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഗ്യാലറിയുടെ ആകമാനം മഞ്ഞ നിറത്തിൽ ആറാടുന്ന കാഴ്ച. പിന്നീട് പോർച്ചുഗലിന്റെ കളി എത്തുമ്പോൾ പോർച്ചുഗലിന്റെ നിറം ആറാടുന്നു. ഫ്രാൻസിന്റെ കളി എത്തുമ്പോൾ ഫ്രാൻസിന്റെ നിറത്തിലേക്ക് മാറുന്നു. പക്ഷേ എപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.